ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജി ചോദിച്ചു വരണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നരേന്ദ്രമോദിയെ മാറ്റി നിർത്തണമെന്നേ ജനം ചിന്തിച്ചുള്ളൂ. അതിനെ ഇടതുപക്ഷ വിരോധമായി കണക്കാക്കേണ്ടതില്ല. AK ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ലെന്നും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മൂലമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വാർഡ് വിഭജന ബിൽ ചർച്ചയില്ലാതെ പാസാക്കിയതിനെതിരെ പ്രതിപക്ഷം. മോദി ശൈലി കേരളത്തിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്ന് VD സതീശൻ. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ പരസ്യ പ്രതികരണം നടത്തിയ പാലാ നഗരസഭാംഗം ബിനു പുളിക്കക്കണ്ടത്തെ CPM-ൽ നിന്ന് പുറത്താക്കി. പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് ബിനു പ്രതികരിച്ചതെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ. അച്ചടക്കലംഘനം ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കൽ. 1.5 കൊല്ലം മുന്നേ ജോസുമായി ഇടഞ്ഞതിന് ഇന്നത്തെ നടപടിയുമായി ബന്ധമില്ല. അന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം ആ സമയത്ത് തന്നെ പരിഹരിച്ചുവെന്നും നടപടിക്ക് പിന്നിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദമില്ലെന്നും ജില്ലാ സെക്രട്ടറി. സമൂഹ മാധ്യമങ്ങളിൽ പേരിനൊപ്പം ചേർത്തിരുന്ന മോദി കാ പരിവാർ എന്നത് മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. നേതാക്കളോടും പ്രവർത്തകരോടും മോദി ഇക്കാര്യം X-ലൂടെ ആവശ്യപ്പെട്ടു. മാർച്ച് മാസം ആദ്യം RJD തലവൻ ലാലു പ്രസാദ് യാദവ് നടത്തിയ പരിഹാസ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു BJP-യിൽ ഒന്നാം നിര നേതാക്കളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പേരിനൊപ്പം മോദി കാ പരിവാർ എന്ന് ചേർത്തത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയെന്നും മോദി X-ൽ കുറിച്ചു. ഉമർ ഫൈസി മുക്കം ലീഗിനെതിരെ സംസാരിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ നാസർ ഫൈസി കൂടത്തായിക്ക് സമസ്ത നേതൃത്വത്തിന്റെ താക്കീത്. സമസ്ത കേന്ദ്ര മുഷാവറ നിർദ്ദേശം ലംഘിച്ച സ്വകാര്യ ചാനലുകൾക്ക് മുൻപാകെ പരസ്യ പ്രസ്താവന നടത്തിയതിലാണ് നടപടി. പരസ്യ പ്രസ്താവന ആവർത്തിച്ചാൽ കർശന നടപടിയുണ്ടാകും. പോഷക സംഘടനാ നേതാക്കൾ സമസ്തയുടെ പേരിൽ പ്രസ്താവന നടത്തുന്നത് അച്ചടക്ക ലംഘനമാണെന്നും നാസർ ഫൈസിക്ക് അയച്ച കത്തിൽ സമസ്ത നേതൃത്വം. ബാർ കോഴ വിവാദത്തിൽ തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. കോഴ വിവരം ചോർന്ന ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമെന്ന് ക്രൈംബ്രാഞ്ച്. ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. കന്നഡ സിനിമയെ പിടിച്ചുകുലുക്കി കൊലപാതക കേസിൽ സൂപ്പർ താരം അറസ്റ്റിൽ. ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയെ കൊന്ന കേസിൽ ദർശനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ മൈസൂരുവിൽ നിന്ന്. സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയും അറസ്റ്റിൽ. രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയത് ദർശനുമായി അടുപ്പമുണ്ടായിരുന്ന പവിത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിലെന്ന് പോലീസ്. ഗൂഢാലോചനയിൽ പവിത്രയും പങ്കാളി. കൊലപാതക സമയത്ത് ഗാരേജിൽ നടിയുടെ സാന്നിധ്യമെന്നും കണ്ടെത്തൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്ക് കുരുക്കു മുറുകുന്നു. പറവ ഫിലിംസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണം. നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർക്ക് കള്ളപ്പണ ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കും. സൗബിൻ ഷാഹിറിനെ ഉടൻ ചോദ്യം ചെയ്യും. ED-യുടെ ഇടപെടൽ. മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ. സർവകലാശാല പ്രവേശനങ്ങളിൽ വമ്പൻ മാറ്റവുമായി UGC. വിദേശ സർവകലാശാലകൾക്ക് സമാനമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനം വർഷത്തിൽ 2 തവണയാക്കി UGC. ജൂലൈ, ഓഗസ്റ്റ്, ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാം. മെയ് 15-ന് നടന്ന UGC-യുടെ യോഗമാണ് തീരുമാനമെടുത്തത്. എല്ലാ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടപ്പിലാക്കണമെന്നില്ല. ആവശ്യമുള്ള സ്ഥാപനങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റാമെന്നാണ് UGC നിർദ്ദേശം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകളെ സമ്മർദ്ദത്തിലാക്കി പരാതി പിൻവലിച്ചെന്ന അച്ഛന്റെ ആരോപണം തള്ളി പരാതിക്കാരിയുടെ അഭിഭാഷകൻ. യുവതി പൂർണ്ണ മനസ്സോടെയാണ് രാഹുലിനെതിരായ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഇരുവരും ഒരുമിച്ചാണ് ഒത്തുതീർപ്പിന് സമീപിച്ചതെന്നും അഡ്വക്കേറ്റ് ഋത്വിക് അശോക് IV-നോട്. ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. സലോസ് ക്ലോസ് ചിലിമ ഉൾപ്പെടെ 10 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വടക്കൻ മലാവിയിലെ മലനിരകളിലാണ് വിമാനം തകർന്നു വീണത്. മലാവി തലസ്ഥാനമായ ലൈലോങ്കോയിൽ ഇന്നലെ രാവിലെ 9:15-ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നു.